നല്ലൊരു അടിപൊളി എപ്പോഴും ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള നമ്മുടെ കോട്ട ഷിഫ്ലിയിൽ ഹാൻഡ് ബ്രഷ് പെയിന്റ് ചെയ്തേക്കുന്നത് നാച്ചുറൽ കളേഴ്സും കൊണ്ടാണ് ഹാൻഡ് ബ്രഷ് പെയിന്റ് ചെയ്തേക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് പാറ്റേൺ ആണ്. ഇത്രയും കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് മെയിൻലി ഒരു ഡെയിലി വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സെറ്റാണ്. നല്ല ഷെയ്ഡ്സുകളാണ്, എല്ലാം കളർഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ ഒന്നും ഡസ്റ്റി ഒന്നും അല്ല. നല്ല ഷെയ്ഡുകൾ. ഡീറ്റെയിൽസ് നോക്കാം. ഗ്രീൻ കളറാണ്. വീഡിയോയിൽ കാണാൻ അത്രയും ഡസ്റ്റി അല്ല. ഗ്രീൻ്റെ അകത്ത് ഒരു 2 ടോൺ ഗ്രീൻ ആണ്, അതായത് ചെറിയ യെല്ലോയുടെ മിക്സും കൂടെ ഉണ്ട്. ഫുൾ ഇതുപോലെ ഷിഫ്ലി എംബ്രോയിഡറി ആണ്. സോഫ്റ്റ് ആണ് ഈ ഒരു കോട്ട ഫാബ്രിക്. ഹാൻഡ് ബ്രഷ് പെയിന്റ്. ബാക്ക് ഫുള്ളും ഒരേപോലെ ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. ഇത് മെയിൻലി ഒരു ഡെയിലി വിയർ ആയിട്ടൊക്കെ, ഒരു ഓഫീസ് ഗോയിങ് വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ വരും. ദുപ്പട്ട ഷിഫോൺ, ഫുൾ ബ്ലോക്ക് പ്രിന്റ്, നല്ലൊരു ഗ്രീൻ കോട്ടൺ ഫാബ്രിക് ആണ്. ബോട്ടം യൂസ് ചെയ്തേക്കും, അതിലും ഈ ഒരു ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പൈനാപ്പിൾ യെല്ലോ ഷെയ്ഡാണ്. ഒത്തിരി ഡാർക്ക് അല്ല, ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. വീഡിയോയിൽ ഇതും ഡസ്റ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡസ്റ്റി അല്ല, ഒരു കളറും ഡസ്റ്റി അല്ല, നല്ല ഷെയ്ഡ്സ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിവിട്ടല്ല, കളർഫുൾ. അതിനകത്തൊരു മിനിമലായിട്ട് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുക. ഇതാണ് ഇതിന്റെ ഓവറോൾ ആയിട്ട്. അതായത് ഈ പൈനാപ്പിൾ യെല്ലോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു ലൈറ്റ് ചിക്കുവിന്റെ ബ്ലെൻഡ് ഉള്ള പോലത്തെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. സോ അടുത്ത ഷെയ്ഡ് ഈ ഒരു പിങ്ക് ആണ്. അതിനകത്ത് ചെറിയ ലെവൻഡറിന്റെ ബ്ലെൻഡ് വരുന്നുണ്ട്. സെയിം ഇതിൽ ബ്ലോക്ക് പ്രിന്റ് മിറർ പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഇതുപോലെ വരും, ഹെവി ആയിട്ട് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ട് വരുന്ന ബാക്ക്. ഡെയിലി വിയർ സ്റ്റൈലാണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ബേസ് ഫാബ്രിക്. ഇതിന്റെ ദുപ്പട്ടയും കോട്ട ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തേക്കുക. വിത്ത് സെയിം ബ്ലോക്ക് പ്രിന്റ്സ് ദുപ്പട്ടയിലും വരുന്നുണ്ട്. കോട്ടൺ ബോട്ടം, അതിലും ബ്ലോക്ക് പ്രിന്റ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർമെലോൺ റെഡ് ആണ് കളർ, ടെസ്റ്റി അല്ല. സെയിം പാറ്റേൺ, ഫുൾ ഷിഫ്ലി വർക്ക് വിത്ത് ഇതിൽ ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ് കൊടുത്തേക്കുന്നു. മിറേഴ്സ് ചെയ്തിട്ടുണ്ട് ആ ബ്ലോക്ക് പ്രിന്റ്സിന്റെ അകത്തൂടെ. ഇതാണ് ബാക്ക് വരുന്നത്. നല്ല കളർ ഷെയ്ഡ്സ്, ലെങ്തും വിഡ്ത്തൊക്കെ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. ഇതാണ് അതിൻ്റെ അടുത്ത ദുപ്പട്ട. സെയിം ഫാബ്രിക്, ഫുൾ ബ്ലോക്ക് പ്രിന്റ്, ബോട്ടവും പ്രിന്റഡ് ആണ്. 1395 ആണ് പ്രൈസ്. അപ്പോൾ ലാസ്റ്റ് കളറ് നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇതിൻ്റെ തന്നെ ചൂടെ ലൈറ്റ് ആയിരുന്നെന്ന് തോന്നുന്നു. അതിൽ കുറച്ചുകൂടെ പിങ്ക് ഹൈലൈറ്റഡ് ആണ്. ഇതും പിങ്ക് ഹൈലൈറ്റഡ് ആണെങ്കിലും ആ കളറിന്റെ ചെറുകൂടെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു വെർഷനാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. ചെറിയ മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ. ഫസ്റ്റ് കണ്ടതിന് ഇച്ചിരി ലാവൻഡർ ഹൈലൈഷൻ ഉണ്ട്. ഇതിനകത്ത് അത്രയും ലാവൻഡറിന്റെ ഹൈലൈഷൻ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്ക് പ്രിന്റ് അത് യൂസ് ചെയ്തേക്കുന്ന ആ ഒരു റെഡിന്റെ, പീച്ച് റെഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് തോന്നുന്നു കൂടുതൽ ഇതിൽ ഹൈലൈഷൻ ആയിട്ട് വരുന്നത്. ഇത്രയും കളർ ഷീറ്റ്സ് ആണ് ഒരു ഡെയിലി വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സിമ്പിൾ, നല്ല സ്റ്റൈൽ ലുക്ക് വരുന്ന, നല്ല കംഫോർട്ട് വരുന്ന ഫാബ്രിക്. ബോട്ടത്തിലും കോട്ടൺ ഫാബ്രിക്കിൽ ഇങ്ങനെ നോർമലി ഇതൊക്കെ പ്ലെയിൻ ആയിട്ടായിരിക്കും വരും. ഈ ഡിസൈനിൽ വന്നപ്പം ഈ ബോട്ടത്തിലും ഈ ഒരു പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. 1395, 1395 പ്രൈസ് റേഞ്ചിലാണ്. ആൻഡ് ഇതിലകത്ത് 2 ടൈപ്പ് ഓഫ് ദുപ്പട്ടാസ് വന്നിട്ടുണ്ട്. ഒന്നിൽ ഷിഫോണിൽ ബ്ലോക്ക് പ്രിന്റും, രണ്ടാമത്തെ ഡിസൈനിൽ ഇതുപോലെ കോട്ട ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിന്റുമാണ് വന്നിരിക്കുക. താങ്ക് യു.